എന്താണെന്ന് അറിയില്ല സേതു. ഈയിടെയായിട്ട് എനിക്ക് ഭയങ്കര പേടിയാ. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ടീച്ചർക്ക് ഒരു പേടിയും വേണ്ട. ഗോവിന്ദമാഷ് ഉണ്ടായിട്ട് എന്താ കാര്യം? ഇങ്ങനെ വളവളാന്നൊരു മനുഷ്യൻ നാക്കെടുത്ത അബദ്ധം പറയൂ. പിന്നെ ഞാൻ എല്ലാം അങ്ങ് സഹിക്കാം. എന്താ ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. ചോദിച്ചതും പറഞ്ഞതും ഒക്കെ കേട്ടു. വളവളാന്നൊരു മനുഷ്യനാണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. പറയണേ. ഒന്നും പറയണില്ല, എനിക്കൊന്നും പറയാനുമില്ല. ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടാകാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മാഷിത് എങ്ങോട്ടായി പോണേ? എനിക്കുണ്ടൊരു വീട്. വലിയ മംഗലത്തുകാരെക്കാൾ ഒട്ടും മോശമില്ല മനക്കെത്ര മേനോന്മാര്. ഞാനത് ബോധ്യപ്പെടുത്തി തരാം. ഞാൻ എന്ത് ചെയ്തെന്നാ? വേണ്ട, ഹരിതാമകീർത്തനം ചൊല്ലുന്ന നാവുകൊണ്ട് അശ്ലീലം പറയിക്കണ്ട. ഒന്ന് നിക്കാൻ, ഒന്ന് നിന്നേ. ഇതെന്ത് ഭ്രാന്തായി കാണിക്കണേ? എനിക്ക് ഇപ്പൊ ഇത്തിരി ഭ്രാന്ത. അതിന്റെ ചികിത്സക്കായിട്ട് പോന്നു വെച്ചോളൂ. എന്താ മാഷേ? എനക്കൊന്നും അറിയില്ലല്ലേ? ഞാൻ അറിയിക്കും. എന്റെ തറവാട്ടിലെ പരദൈവങ്ങൾക്കും ഉപാസനാ മൂർത്തികൾക്ക് ശക്തി ഉണ്ടെങ്കിൽ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. എന്താ ടീച്ചർ? എനിക്കൊന്നും അറിയില്ല. ആരെങ്കിലും വല്ല തെരുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ചെന്ന് വിളിക്കട്ടെ? വേണ്ട, അത്ര വാശി പാടില്ലല്ലോ. മനക്കിത്ര മേനോമാർക്ക് മാത്രമല്ല, വലിയ വീട്ടിലെ കുഞ്ഞമ്മമാർക്കും വാശി ഇത്തിരി കൂടുതൽ തന്നെയാ. മനക്കത്തറയിലെ ഒരംഗം ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് ചില നിമിത്തങ്ങൾ നമുക്ക് സൂചന നൽകിയിരുന്നു. ശത്രു ചില്ലറക്കാരനല്ല. 4-ാം വേദത്തിന്റെ പിൻബലത്തിലാണ് അവൻ കളിക്കുന്നത്. കുടുംബം തീരെഴുതിയിട്ടാണെങ്കിലും അവനെ പുറത്താക്കിയേ പറ്റൂ.